അത് ആ മലയുടെ ഇടുക്കിൽ കൂടി ഒരു ഭൂമിയിലേക്ക്, ദുരന്ത ഭൂമിയിലേക്ക് ആംബുലൻസുകൾ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം നേരത്തെ തന്നെ മാത്രമല്ല, ഇത് ഇത്തരത്തിൽ മറമാടുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. PP കിറ്റ് ധരിച്ച, അതിന് പരിശീലനം ലഭിച്ച ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു മൃതദേഹം ഇത്തരത്തിൽ മറമാടുവാനുള്ള ചടങ്ങുകൾക്ക് കുഴിമാടങ്ങളുടെ അടുത്തേക്ക്. അതിനു മുമ്പ് തന്നെ ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർവഹിക്കും. അത് ഓരോ മതവിശ്വാസികളുടെയും ചടങ്ങുകൾ ഓരോ ക്രമത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യം ക്രൈസ്തവാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നിർവഹിക്കും. അതിനുശേഷം ഹൈന്ദവാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നിർവഹിക്കും. അതിനുശേഷം മുസ്ലിം മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ കൂടി നിർവഹിച്ചതിന് ശേഷമായിരിക്കും നമ്മളുടെ പ്രിയപ്പെട്ട 8 സഹോദരങ്ങളുടെയും ജീവൻ മൃതദേഹങ്ങൾ ഈ മണ്ണിലേക്ക് എത്തുക. ആ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുമുള്ള ആംബുലൻസ് ഇപ്പോൾ ഇങ്ങനെ നിരനിരയായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ആംബുലൻസുകൾ നിരനിരയായി ഈ ഒരു മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. തരത്തിൽ ഈ ആംബുലൻസുകളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിലേക്കാണ് എത്തിക്കുക. ആ പന്തലിൽ അതിന് ശേഷം പ്രാർത്ഥനാ ഗീതങ്ങൾ, അത് ഓരോ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥനയും അതിന്റെ ചടങ്ങുകളും പൂർത്തിയാക്കും. അതിന് ഓരോ മതവിഭാഗങ്ങൾക്കും പ്രത്യേക സമയം, അതായത് ആദ്യം തന്നെ ക്രൈസ്തവാചാര പ്രകാരമുള്ള ചടങ്ങുകളായിരിക്കും നടക്കുക. അതിന് ഇവിടെയുള്ള ചർച്ചിലെ വൈദികൻ നേതൃത്വം നൽകും. വൈദികൻ ജിബിൻ വട്ടക്കുളത്തിലാണ് അതിന് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. മേപ്പാടി ക്ഷേത്രത്തിലെ തന്ത്രി ശ്രീകുട്ടൻ ഹൈന്ദവാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. മേപ്പാടി മസ്ജിദിലെ ഇമാമ മുസഫർ ഫൈസി മുസ്ലിം ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ബന്ധുക്കൾ ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് മതപരമായ ചടങ്ങുകൾ കൂടി നടത്താനുള്ള ഒരു അവസരം ഒരുക്കി തരണം. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത് മാത്രമാണ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അതിനാവശ്യമായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ചെയ്തു തരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും അതിന് പിന്നാലെയാണ് സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ചടങ്ങുകൾ നമുക്ക് പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. വലിയ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ ദൃശ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അത്രമാത്രം ആളുകൾ ഇപ്പോഴും തിരിച്ചറിയപ്പെടാതെ ആശുപത്രിയിലെ മോർച്ചറികളിലുണ്ട്. ആദ്യത്തെ ഘട്ടമായി 8 പേരെ ഒന്നിച്ച് സംസ്കരിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. ആസിഫ് കൂടി ചേരുകയാണ്. ആസിഫ്, നിലവിൽ എല്ലാ മൃതശരീരങ്ങളും സ്ഥലത്ത് എത്തിക്കാനായി എന്ന് മനസ്സിലാക്കുന്നു. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പരമാവധി അരികിലേക്ക് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞതായ ആളുകൾ മാത്രം ഇവിടെ ഉണ്ടാകാനുള്ള ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരു നാടാകെ ഒന്നിച്ച് ജീവിച്ച ഒരു നാടാകെ മണ്ണിൽ പുതഞ്ഞുപോയ ഒരു ദുരന്തത്തിൽ അവസാന നിമിഷവും തിരിച്ചറിയപ്പെടാനാകാതെ ആരാണ് നഷ്ടമായതെന്നറിയാതെ നിരവധി കുടുംബങ്ങളാണ് ക്യാമ്പുകളിലും ആശുപത്രികളിലും ഇപ്പോഴും കഴിയുന്നത്. അവരുടെ കൂടി വേദനയിൽ പങ്കുകൊണ്ടുകൊണ്ട് സർവ്വമത പ്രാർത്ഥനയോടെ എല്ലാവരെയും ഒരേ മണ്ണിൽ അടക്കുകയാണ്. ഈ ആത്മാക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അടുത്ത കർമ്മം നിർവഹിക്കുന്നതിന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെയും ചൂരൽമല ശിവക്ഷേത്രത്തിലെയും എല്ലാ ഭാരവാഹികളും ആളുകളും ഒക്കെ ഇവിടെയുണ്ട്. NSSന്റെ പ്രിയപ്പെട്ട സുധാകരേട്ടൻ ഉൾപ്പെടെ ബഹുമാന്യനായ മാരിയമ്മൻ ക്ഷേത്രത്തിലെ കർമ്മി ശ്രീ കുട്ടന്റെ നേതൃത്വത്തിൽ
കർമ്മം ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര, ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുപാദത്തെങ്കിൽ പൂർണ്ണ മോക്ഷം ലഭിക്കണേ. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന സകല തെറ്റുകുറ്റങ്ങൾക്കും മാപ്പേകണേ സർവേശ്വര. ബഹുമാന്യനായ മേപ്പാടി മഹല്ല് ഖത്തീബ് മുസ്തഫുൽ ഫൈസി അവർകൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇമാമ് നിസ്കരിക്കുന്ന ജനാസകളുടെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യുന്നത്. പ്രപഞ്ചനാഥനായ അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവസാനത്തെ ഔദ്യോഗികമായിട്ടുള്ള ആദരം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLA-മാരും ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയുള്ള ഔദ്യോഗികമായിട്ടുള്ള ബഹുമതി നൽകുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന്, ഈ ഹാളിനകത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്കണം. ഓരോ ഭൗതിക ശരീരങ്ങളും ഓരോന്നോരോന്നായി കൊണ്ടുവരാൻ നടപടികൾ എടുക്കണം. അവസാനമായി മണ്ണിടുന്നത് ഒന്നിച്ചുള്ളതായ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പോകും.